സീസൺ 4 വളരെ രസകരമായി മുന്നോട്ട് പോയ ഒരു ടാസ്ക് ആണ് കൊലപാതകം ടാസ്ക്. പിന്നെ സീസൺ 2 ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സെയിം ടാസ്ക് കൊടുത്തിരിക്കുകയാണ് വീണ്ടും ഈ സീസണിലെ ഫിനാലെ വീക്കില്. അപ്പൊ ഇതിനകത്തൊരു കോമഡി ഉണ്ടായി, ഒന്നല്ല ഫുൾ കോമഡിയാണ്. അതിനെ കുറിച്ച് പറയാം. ഓരോരുത്തരെയായിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിഗ് ബോസ്. ആദ്യം യമുന റാണിയാണ് വിളിപ്പിച്ചത്. പുള്ളിക്കാരി പേടിച്ച് വിറച്ചാണ് പോയത്. കഴിഞ്ഞ് ജിൻഡോയെ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ബിഗ് ബോസ് പറയുന്നു കൊലയാളികൾ ഏത് സമയവും എത്തിയേക്കാം, ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ വന്നേക്കാം. ആ സമയത്ത് അവരെ പ്രതിരോധിക്കാൻ ജിൻഡോ എന്ത് ചെയ്യും? ഫുൾ ബിൽഡപ്പാണ്. ഞാൻ അടിച്ച് അപ്പി ഇടിപ്പിക്കും ബിഗ് ബോസ്, ഉറപ്പാണെന്ന് ഉടനെ ജിൻഡോ. സാഹസ്യമറകളൊക്കെ പഠിച്ച ആളാണ് ജിൻഡോ എന്ന് അറിഞ്ഞ് ഒരടവ് കാണിക്കുമോ ജിൻഡോ എന്ന് ഉടനെ ബിഗ് ബോസ്. ജിൻഡോ അപ്പൊ തന്നെ ഒരു മൂവ് കാണിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ആളുകൾ വന്നാൽ ജിൻഡോ എന്ത് ചെയ്യും? 5-6 പേര് വരെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇടിക്കും ബിഗ് ബോസ്, ഞാൻ നോക്കിക്കോളാം, എന്റെ ഒരു പഞ്ചിനുള്ള ത്രാണിയില്ല ഇവിടെയുള്ള ആർക്കും, ഞാൻ ഇടിക്കാഞ്ഞിട്ടല്ലേ ബിഗ് ബോസ് എന്ന് ഉടനെ ജിൻഡോ. ഇത് കാണേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. ജിൻഡോ കൺഫെഷൻ റൂമിൽ ഇത്രയും സമയം ചിരിച്ചൊരു വഴിയായി. കൊലയാളികളെ കൈ കിട്ടിയ പോലെ ആയിരുന്നു ജിൻഡോയുടെ ഓരോ തള്ളൊക്കെ. സംഭവം ആഞ്ഞു തള്ളിയതാണെങ്കിലും കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിയുടെ ഒരു ഇടിക്കില്ല അവിടെ ആരും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കഴിഞ്ഞിട്ട് ശ്രീരേഖ വരുന്നുണ്ട്. ടാസ്ക് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. വേറെ എന്താണ് ശ്രീരേഖ എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അഭിഷേക് വന്നിട്ടും ഏറെക്കുറെ ജിൻഡോയുടെ അതേ രീതിയിലാണ് സംസാരിച്ചത്. അഭിഷേക് ഭയപ്പെട്ടോ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാനോ ഭയപ്പെടാനോ? കുനിച്ചു നിർത്തി ഇടിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിച്ചതെന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ട്. എന്തായാലും ഇത് സംഭവം രതീഷിനെ അപ്സരേനെ ഒക്കെ കയറ്റി വിടാൻ വേണ്ടിയുള്ള ബിൽഡപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. രതീഷ് മിക്കവാറും ജിൻഡോയുടെ കയ്യിൽ നിന്ന് അഭിഷേകിന്റെ കയ്യിൽ നിന്ന് ഒരു ഇടിക്കൊള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.